ഹായ് ഹലോ മാസ്റ്റർ കീ അക്കാദമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കംപ്രഷൻ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ടെർമിനോളജികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീസൽ മെക്കാനിക്സ് പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻസിൻ്റെയും ഫോർ സ്ട്രോക്ക് എഞ്ചിനും ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒക്കെ വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കോമ്പോണൻസ് ഓഫ് ദ എഞ്ചിൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കോമ്പോണന്റ് ഓഫ് എഞ്ചിൻ. കോമ്പോണൻസ്, എന്തൊക്കെ കോമ്പോണന്റുകൾ എഞ്ചിൻ ഉണ്ട്, ആ കോമ്പോണന്റുകളുടെ വർക്കിംഗ് എന്താണ്, ആലോചിച്ച് നോക്കുക. വർക്കിംഗ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, അതിലൂടെ നമുക്ക് എന്തൊക്കെ ഈ നമ്മുടെ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ എന്താ ഓവറോൾ എഫിഷ്യൻസി അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ മുതലുള്ള ക്ലാസ്സിൽ കോമ്പോണൻസ് ഓഫ് എഞ്ചിന്റെ പാർട്ട് 1 ആണ്. ആലോചിച്ച് വെക്കുക, പാർട്ട് 1 ആണ്. മൊത്തം ഇത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മുടെ എൻറ്റയർ പാർട്ട് അടുത്തൊരു സെക്ഷനിലൂടെ നമ്മുടെ ഈ ഒരു കോമ്പോണൻസിന്റെ എൻറ്റയർ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അധികം ഡിലേ വെക്കുന്നില്ല, നമ്മൾ എന്താ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി? അപ്പൊ കോമ്പോണൻസ് ഓഫ് എഞ്ചിൻ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ഒക്കെ എങ്ങനെയാണോ ഇൻട്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങിയത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എഞ്ചിന്റെ മേജോറിറ്റി ആയിട്ടുള്ള കോമ്പോണന്റുകൾ എന്താ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. നോക്കൂ, ഒരു എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻലെറ്റ് മാനിഫോൾഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻലെറ്റ് വഴിയിലൂടെ എന്താ വരിക, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആണ് ഇൻലെറ്റ് വാൾവ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് വാൾവ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, പ്രൊഡക്റ്റ്. ഓക്കെ, അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാല് ഇവിടെ എയറും ഫ്യൂവലും വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ നമ്മളുടെ ചാർജ്, ഈ ചാർജ് പുറമേക്ക് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ചാർജ് എഞ്ചിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു പാത്താണ് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, നേരിട്ട് കാർബറേറ്ററോ എയർ ക്ലീനറോ ഒക്കെ ആയിട്ട് നമ്മുടെ പല കോമ്പോണൻസുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിന്റെയും ഫ്യൂവലിന്റെയും കമ്പഷൻ ചേമ്പറിലേക്കുള്ള ഒരു വഴി എന്ന് തന്നെ പറയാൻ പറ്റും. കമ്പഷൻ ചേമ്പറിലേക്കുള്ള ഒരു വഴി എന്ന് പറയാൻ പറ്റും. അടുത്തത് സ്പാർക്ക് പ്ലഗ് ആണ്. എന്താണ് സ്പാർക്ക് പ്ലഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ വരുന്ന എയറും ഫ്യൂവലിനെയും കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്പഷൻ നടത്തണമെങ്കിൽ നമുക്കറിയാം ഒരു ഇനീഷ്യേറ്റർ വേണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം സ്പാർക്ക്, പെട്രോൾ എഞ്ചിൻ ആയതിനെ കൊണ്ട് അതിനൊരു സ്പാർക്ക് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, ഫ്യൂവൽ ബേൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരു ഇനീഷ്യേറ്റർ ആയിട്ട് നമുക്ക് സ്പാർക്ക് പ്ലഗിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് എക്സോസ്റ്റ് മാനിഫോൾഡ് ആണ്. എക്സോസ്റ്റ് വാൾവും എക്സോസ്റ്റ് മാനിഫോൾഡും ആണ്. അതായത് എക്സോസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ, അതായത് ഡിസ്ചാർജ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ചാർജിനെ പുറമേക്ക് എത്തിക്കുന്നത് എന്താണ്, എക്സോസ്റ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് വാൾവും യൂസ് ചെയ്തിട്ടാണ്. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഡിസ്ചാർജ് എന്നായിരുന്നു. ഓക്കെ, പിന്നുള്ളത് സിലിണ്ടർ ആണ്. സിലിണ്ടർ നമുക്കറിയാം പിസ്റ്റനെ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റനെ ഹെൽപ്പ് ചെയ്യുന്നത്, പിസ്റ്റന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റ് പിസ്റ്റൺ സിലിണ്ടറിന്റെ ഉള്ളിലായിരിക്കും. അപ്പം ഈ സിലിണ്ടർ കാണാൻ പറ്റും, സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ കാണാൻ പറ്റും, ഒരു ഗഡ്ജോൻ പിന്ന് കാണാൻ പറ്റും. എന്തിനാണ് ഗഡ്ജോൻ പിൻ എന്ന് നമ്മൾ പഠിക്കാം. പിന്നെ ഉള്ളത് ഒരു കണക്റ്റിംഗ് റോഡ്. നമുക്കറിയാം പിസ്റ്റണും അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, കണക്റ്റിംഗ് റോഡാണെന്ന് നമുക്കറിയാം. അത് ഇങ്ങനെ ഒരു സെക്ഷനിൽ ഇതാ കണക്റ്റിംഗ് റോഡ് ഇതാ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പ്രയാസമൊന്നുമില്ല അല്ലേ? റെഡി അല്ലടാ? ഓക്കെ, അടുത്തത് ഒരു സിലിണ്ടർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു സിലിണ്ടർ ബ്ലോക്ക് കാണാൻ പറ്റും. ഒരു ക്രാങ്ക് കേസ്, ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓയിൽ സമ്പ്, എന്തിനാണ് ഓയിൽ സമ്പ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കണം. ക്രാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്രാങ്ക് പിന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഒരു എഞ്ചിന് ഉള്ളത് എന്ന് മനസ്സിലാക്കി നോക്കുക. ആ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻറ്റയർ കോമ്പോണൻസുകളും എന്താക്കണം, പഠിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻറ്റയർ കോമ്പോണൻസുകളും പഠിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സ്ലൈഡിലേക്ക് തന്നെ പോവാം. ആദ്യം സിലിണ്ടർ, ഒരു സ്ട്രക്ചറൽ കോമ്പോണൻസ് നോക്കി കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് സിലിണ്ടർ ഹെഡ് എന്താണെന്നുള്ളത്, രണ്ടാമത് സിലിണ്ടർ ബ്ലോക്ക്, പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് കേസ്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ 1 2 3 4 5 6 6 ഇതിന്റെ ഒരു സ്ട്രക്ചറൽ കോമ്പൗണ്ടുകളാണ്. ആക്സസറീസ് നമ്മൾ കൊടുത്തിട്ടില്ല, കുറച്ചുകൂടി സ്ട്രക്ചറൽ കോമ്പൗണ്ടുകളാണ്. ഇവിടെ നോക്കുക, ആദ്യത്തെ സിലിണ്ടർ ഹെഡ് ആണ്. ദ ചേംബർ വേർ ഫ്യൂവൽ ആൻഡ് എയർ ഈസ് ബേൺഡ് എന്ന് പറയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്, റെഡി അല്ലേ? അതായത് ഒരു സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെയല്ല നമ്മുടെ ഫ്യൂവലും എയറും ബേൺ ചെയ്യുന്നത്, അവിടെയല്ലേ നമ്മുടെ ഫ്യൂവലും എയറും കത്തുന്നത് അല്ലേ? സിലിണ്ടർ ബ്ലോക്കിന്റെ തൊട്ടു മുകളിൽ എന്ന് തന്നെ നമുക്ക് പറഞ്ഞൂടെ. അപ്പൊ ഈ സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേംബർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആ ചേംബറിലാണ് ഫ്യൂവലും എയറും ബേൺ ആവുന്നത് മനസ്സിലാക്കി വെക്കുക. ഫ്യൂവലും എയറും ബേൺ ആവുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് സിലിണ്ടർ ബ്ലോക്ക് ആണ്. മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന്, ഏതൊരു എക്സാം ആയാലും, SSC ആയാലും, അതുപോലെ തന്നെ RRB എക്സാം ആയാലും, PSC എക്സാം ആയാലും, ഏത് ടെക്നിക്കൽ എക്സാം ആയാലും കഴിഞ്ഞാലും IC എഞ്ചിന്റെ ഭാഗത്ത്, അതിന്റെ കോമ്പോണൻസിന്റെ ഭാഗത്ത് മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കി വെക്കുക, സിലിണ്ടർ ഹെഡ് അല്ല. ഓക്കെ, മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പിസ്റ്റൺ ആണ്. മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഇൻസൈഡ് ദ സിലിണ്ടർ ടു കൺവേർട്ട് ഇൻ ടു ദ മോഷൻ. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പ് ആൻഡ് ഡൗൺ, ഇതിന്റെ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൺവേർട്ട് ഇൻ ടു ദ മോഷൻ അല്ലെ? സിലിണ്ടറിന് എന്താക്കുക, ഒരു മോഷണൽ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പിസ്റ്റൺ ആണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ? നോക്കൂ, ഒരു ഹീറ്റ് എനർജി പിസ്റ്റന്റെ ഹെഡിൽ വന്നിട്ട് അല്ലെങ്കിൽ പിസ്റ്റന്റെ മേലെ വന്നിട്ട് ഡാമ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് പിസ്റ്റൺ ആണ്. വലിയൊരു പങ്കാളിത്തം, ഒരു ദൗത്യം എടുക്കുന്നത് എന്താണ്? പിസ്റ്റൺ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേര് കണക്റ്റിംഗ് റോഡ് എന്നാണ്. അതായത് ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് പിസ്റ്റന്റെയും ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ഇടയിലാണ്. ഇറ്റ് കൺവേർട്ട് ദ പിസ്റ്റൺ ലീനിയർ മോഷൻ ടു റൊട്ടേഷണൽ മോഷൻ. നമ്മൾ എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ 4 സ്ട്രോക്ക് എഞ്ചിൻസിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള വർക്കിംഗ് പോലെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ലീനിയർ മോഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു റൊട്ടേഷണൽ മോഷനും ഉണ്ട്. ആ രണ്ട് മോഷനും കൂടി ചേർന്നാലാണ് നമ്മുടെ ആ പവർ, മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിസ്റ്റൺ എപ്പോഴും ലീനിയർ മോഷനിലായിരിക്കും, പെർപെൻഡിക്കുലർ മോഷനിലായിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു റൊട്ടേഷണൽ മോഷനിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനാണ് നമ്മൾ മെക്കാനിക്കൽ പവർ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കൺവേർട്ട് പിസ്റ്റൺ ലീനിയർ മോഷൻ ടു റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നോക്കണം, ഇവിടെ 1 എന്ന് പറഞ്ഞ ഭാഗം 2 3, ഞാനിപ്പോ 4ാമത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറിയൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഒന്നിനെ നോക്കി എല്ലാ വേർഡ്സും ഇത് നേരിട്ട് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. കാരണം ചിലപ്പോൾ ചോദിക്കും, വാട്ട് ഇസ് ക്രാങ്ക് ഷാഫ്റ്റ്? ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് താഴെ കൊടുത്തിരിക്കുന്നത് ഏതായിരിക്കും? അതിൽ ഒന്ന് എന്തായിരിക്കും? കൺവേർട്ട് ദ പിസ്റ്റൺ ലീനിയർ മോഷൻ ഇൻ ടു ദ റൊട്ടേഷണൽ മോഷൻ എന്നായിരിക്കും. കൺവേർട്ട് ദ പിസ്റ്റൺ ലീനിയർ മോഷൻ ടു ദ റൊട്ടേഷണൽ മോഷൻ എന്ന് മാത്രമായിരിക്കും ചോദ്യം വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? കണക്റ്റിംഗ് റോഡ്. നമുക്കറിയാം, പിസ്റ്റണേയും ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കണക്റ്റിംഗ് റോഡായിരിക്കും. പിസ്റ്റണേയും ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? കണക്റ്റിംഗ് റോഡായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. പിസ്റ്റണേയും ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കണക്റ്റിംഗ് റോഡായിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാല് പിസ്റ്റന്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ഒരു ഐ സെക്ഷൻ ബീംസ് ആണ് സാധാരണ ഉണ്ടാവുക. അതൊരു കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ഒരു ക്രാങ്ക് പിന്ന് വഴി, തൊട്ടുപുറത്ത് ഒരു ഗഡ് ജോയിന്റ് പിന്ന് വഴി, ഇങ്ങനെയായിരിക്കും അതിന്റെ കണക്ഷൻസ് ഒക്കെ പോവാന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ പിസ്റ്റണേയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഏത് ഒരു പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കണക്റ്റിംഗ് റോഡ് ലിങ്ക്സ് ദ പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്. ലിങ്ക്സ് ദ പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ? അപ്പൊ നോക്കൂ, ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെയും കണക്റ്റിംഗ് റോഡിന്റെയും ദൗത്യം, അതായത് നേരിട്ട് പവർ ജനറേഷനിൽ നേരിട്ട് ഒരു പങ്കാളിയാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ക്രാങ്ക് കേസ് ആണ്. ദ പ്രൊട്ടക്റ്റീവ് മെറ്റൽ ഹൗസിംഗ് ദാറ്റ് എൻക്ലോസ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് കണക്റ്റിംഗ് റോഡ്. ആലോചിക്കുക, ദ പ്രൊട്ടക്റ്റീവ് മെറ്റൽ ഹൗസിംഗ് ദാറ്റ് എൻക്ലോസ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് കണക്റ്റിംഗ് റോഡ്. നോക്കൂ, തൊട്ട് താഴത്തെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ മെറ്റൽ കോമ്പോണന്റുകൾ ഉണ്ട്. പലതരം മെറ്റൽ കോമ്പൗണ്ടുകൾ, പലതരം വെയിറ്റുകളൊക്കെ ആയിട്ട് അതിന്റെ കോമ്പൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് കുറെ മെറ്റൽ കോമ്പൗണ്ടുകൾ, ഷാഫ്റ്റ് ഉണ്ട്,
അതേപോലെ തന്നെ കുറെ വെയിറ്റുകൾ ഉണ്ട്. അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതൊരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു ഡിസ്ട്രക്റ്റീവ് സാധനങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തായിരിക്കും ഈ ഒരു ക്രാങ്ക് കേസ് ആയിരിക്കും. അതിനെ പോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിന് മാത്രമല്ല കണക്റ്റിംഗ് റോഡിനെയും ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഈ ക്രാങ്ക് കേസിലായിരിക്കും നമ്മുടെ ഓയിൽ ഉണ്ടാവുക. അപ്പൊ ഒരു ലൂബ്രിക്കേറ്റിംഗ് മീഡിയം അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രിക്ഷണൽ പോരായ്മകൾ അല്ല ഫ്രിക്ഷൻ ഉണ്ടാവുന്നതാവുന്ന തേയ്മാനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്രാങ്ക് കേസിന്റെ ഓയിൽ ഡെലിവറിയിലൂടെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏകദേശം എത്രോളം പോയിന്റുകൾ? 6ഓളം പോയിന്റുകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6ഓളം പോയിന്റുകൾ ഇങ്ങനെ തന്നെ എക്സാം ചോദിക്കും. ഇതേ വരുള്ളൂ. ഇങ്ങനെ തന്നെ എക്സാമിൽ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. പല ISRO എക്സാമുകളിലും പല ടെക്നിക്കൽ എക്സാമുകളിലും ഇങ്ങനെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. റെഡി അല്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സിലിണ്ടർ ബ്ലോക്ക് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒരു സ്ട്രക്ചറൽ കോമ്പോണന്റ് ആണ്, നമുക്കറിയാം. ദ ബോഡി ഓഫ് എൻ എഞ്ചിൻ, ഒരു പേര് പറഞ്ഞ ബോഡി ഓഫ് എൻ എഞ്ചിൻ ഈസ് നോൺ ആസ് സിലിണ്ടർ ബ്ലോക്ക്. ഒരു ബോഡി ഓഫ് എൻ എഞ്ചിൻ ഈസ് നോൺ ആസ് സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിന്റെ ബോഡിയെ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ബോഡി ഓഫ് ദ എഞ്ചിൻ ഈസ് നോൺ ആസ് സിലിണ്ടർ ബ്ലോക്ക്. കണ്ടെയ്ൻ സിലിണ്ടർ, വാട്ടർ ജാക്കറ്റ്, ഓയിൽ പാസേജ്. നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ബ്ലോക്കിന്റെ ഫിഗർ ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പിസ്റ്റൺ, നമുക്കൊരു സിലിണ്ടർ കാണാൻ പറ്റും. പിസ്റ്റന്റെ ആ ഒരു സിലിണ്ടർ സ്ലീവ് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ ഹോൾസ് കാണാൻ പറ്റും വാട്ടർ ജാക്കറ്റുകളായിട്ട്. ഹോൾ ഫോർ പുഷ് റോഡ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ജാക്കറ്റുകളായിട്ട് പല ഓയിൽ ഫിൽറ്ററിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, കൂളന്റ് പാസേജ്, വാട്ടർ ജാക്കറ്റ് ആയിട്ട് കൂളന്റ് പാസേജ്. അത്തരത്തില് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ളത്, കാരണം നമുക്കറിയാം ഈ കമ്പഷൻ നടക്കുന്നത് എവിടെയാണ്? കമ്പഷൻ ചേമ്പറാണ്. കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടർ ബ്ലോക്കിന്റെയും ഇടയിലാണ്. അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതിനെ കൊണ്ടാണ് ഈ വാട്ടർ ജാക്കറ്റും ഓയിൽ പാസേജ് ഒക്കെ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ വാട്ടർ ജാക്കറ്റ് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? അവിടെ ഉണ്ടാവുന്ന ഹയർ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഒന്ന് പറഞ്ഞു വെക്കുക എന്ന് മാത്രം. റെഡി? മേഡ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് അലൂമിനിയം അലോയ്. സാധാരണ കേസുകളിൽ കാസ്റ്റ് അയൺ യൂസ് ചെയ്യാറുണ്ട്. എന്ത് ഉണ്ടാക്കാൻ വേണ്ടി? സിലിണ്ടർ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി കാസ്റ്റ് അയൺ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അലൂമിനിയം യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കാസ്റ്റ് അയൺ ഉണ്ടാകുമ്പോൾ തമ്മിലുള്ള അലൂമിനിയം തമ്മിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ വെയിറ്റ് വണ്ടികളിൽ, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് ഗണ്യമായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം വരുമ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അലൂമിനിയം പോലുള്ള മെറ്റലുകൾ അല്ലെങ്കിൽ ക്രോമിയം ആഡ് ചെയ്തിട്ടുള്ള അലൂമിനിയം പോലുള്ള അലോയ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് രീതിയിലാണ് ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്യാറ്. ഒന്ന് കാസ്റ്റ് അയൺ യൂസ് ചെയ്യാറുണ്ട്, അലൂമിനിയം യൂസ് ചെയ്യാറ്. ഒന്ന് ഡ്യൂറബിലിറ്റി, അതിന്റെ ടഫ്നെസ് ഒക്കെ മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് അതിന്റെ എഫിഷ്യൻസി കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യുന്നു? അലൂമിനിയം പോലുള്ള മെറ്റൽ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കാം. മനസ്സിലാക്കി വെക്കുക. റെഡി? അപ്പം ഈ ഒരു സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ എഞ്ചിൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ സിലിണ്ടേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വാട്ടർ ജാക്കറ്റ്സ് ഉണ്ടാവും, ഓയിൽ പാസേജ് ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും. വാട്ടർ ജാക്കറ്റും ഓയിൽ പാസേജ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം സിലിണ്ടർ ബ്ലോക്കിന്റെയും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിലാണ് എന്ത് നടക്കുന്നത്? കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുക, കമ്പഷൻ അല്ലെ? കമ്പഷൻ നടക്കുന്നത് സിലിണ്ടർ ബ്ലോക്കിന്റെയും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിലാണ്. അത് നടക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വാട്ടർ ജാക്കറ്റും ഓയിൽ പാസേജും ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്ത സ്ലൈഡിലേക്ക് പോവാം. രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സിലിണ്ടർ ഹെഡ് ആണ്. സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കിന്റെ ടോപ്പ് ഭാഗത്തെ, അതായത് ഇത് സിലിണ്ടർ ബ്ലോക്ക് ആണെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിലെ ടോപ്പ് ഭാഗത്തെ ഒരു ഗ്യാസ്കറ്റിന്റെ സെപ്പറേഷനിലൂടെ ഇതാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. ഒരു ഗ്യാസ്കറ്റിന്റെ സെപ്പറേഷൻ ഉണ്ടാവും. ഗ്യാസ്കറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ സിലിണ്ടർ ബ്ലോക്കിന്റെ ടോപ്പ് ഭാഗത്ത് സിലിണ്ടർ ഹെഡ് ഉണ്ടാവും. കണ്ടെയ്ൻസ് ദ കമ്പഷൻ ചേംബർ, വാൾവ്, സ്പാർക്ക് പ്ലഗ്, ഇജക്ടർ. ഇത്തരം കാര്യങ്ങൾ നോക്കൂ. ഒരു വാൾവിന്റെ അസോസിയേഷൻ, ക്യാം ഷാഫ്റ്റും അതുപോലെ തന്നെ ടാപ്പറ്റും അതുപോലെ തന്നെ പുഷ് റോഡും റിട്ടേണിംഗ് സ്പ്രിംഗ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൽ
സിലിണ്ടർ ബ്ലോക്കിന്റെ മേലുള്ള സിലിണ്ടർ ഹെഡിൽ കാണപ്പെടുന്നത് ചേംബർ, വാൾവ്, സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ, ഇത്തരം കാര്യങ്ങളാണ് കാണുക എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് സിലിണ്ടർ ബ്ലോക്കിന്റെ തൊട്ട് മുകളിലായിരിക്കും സിലിണ്ടർ ഹെഡ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. ബേസിക്കലി അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഏകദേശം വാൾവുകൾ, വാൾവ് അറേഞ്ച്മെന്റ്, ക്യാം ഷാഫ്റ്റ്, അതുപോലെ തന്നെ ഇഞ്ചക്ടർ, സ്പാർക്ക് പ്ലഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹെഡിലാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചേംബർ, കമ്പഷൻ ചേംബറും ഈ ഒരു ഹെഡിലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. യെസ്, ഓക്കെ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിലിണ്ടർ ലൈനേഴ്സ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഭാഗങ്ങൾ ഒന്ന് സിലിണ്ടർ ലൈനേഴ്സുകളായിരിക്കും. കാരണം സിലിണ്ടർ ലൈനേഴ്സുകൾ എന്തിനാ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പാർട്ടുകൾ തമ്മിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നടക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് ഏരിയകളിലും നല്ല രീതിയിലുള്ള ഫ്രിക്ഷണൽ റെഡ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലെ? ആ ഫ്രിക്ഷണൽ റെഡ്യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് നമ്മുടെ മെയിൻ ബോഡിയിലേക്ക് ഏൽപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് സിലിണ്ടർ ലൈനേഴ്സ്. അങ്ങനെ ആകുന്ന സമയത്ത് സിലിണ്ടർ ലൈനിന്റെ പ്രത്യേകത, സിലിണ്ടർ ലൈനേഴ്സ് ഫ്രിക്ഷണൽ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ മെയിൻ എഞ്ചിൻ ബ്ലോക്ക് ഫ്രിക്ഷണൽ റെഡ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ബ്ലോക്ക് എൻറ്റയർലി ഒന്നല്ലെങ്കിൽ ബോർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എൻറ്റയർലി അതിന്റെ വ്യാപ്തമോ അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് മാറ്റുന്ന ഒരു വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിലിണ്ടർ ലൈനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിലിണ്ടർ ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ റെഡ്യൂസ് അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ എന്ന് പറയാൻ പറ്റും. വിയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സിലിണ്ടർ ലൈനേഴ്സ് എന്ന് പറയുന്നത്. ഉലായിച്ചുക, സിലിണ്ടർ ലൈനേഴ്സ് ഈസ് എ റീപ്ലേസബിൾ സിലിണ്ടറിക്കൽ പാർട്ട് ഫിറ്റഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ ടു റെഡ്യൂസ് ദ വിയർ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ പാർട്ടാണ് ഫിറ്റഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ. അതായത് ഒരു എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളില് നമ്മൾ ഒരു ഇൻസൈഡ് ആയിട്ട് നമ്മൾ ആക്കുന്ന, അല്ലെങ്കിൽ ഇൻസൈഡ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു റീപ്ലേസബിൾ സിലിണ്ടറിക്കൽ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിലിണ്ടർ ലൈനേഴ്സ്. എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ റീപ്ലേസബിൾ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? റെഡ്യൂസ് ദ വിയർ. ആലോചിച്ച് വെക്കുക, റെഡ്യൂസ് ദ വിയർ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിരിക്കണം. റെഡ്യൂസ് ദ വിയർ ഒഴിവാവാൻ വേണ്ടി നമുക്ക് എന്താവാം, റെഡ്യൂസ് ദ വിയർ എന്ന് പറയാം. ടു ഹെൽപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ. ആലോചിച്ച് വെച്ചോ, നമുക്കറിയാം ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നല്ല രീതിയിലുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ പിസ്റ്റണേയും നല്ല രീതിയിൽ എന്താക്കുന്നു, ചൂടാക്കുന്നു. ആ ചൂട് പിസ്റ്റണിൽ നിന്ന് പുറമേക്ക് പോകാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡ് വഴി പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പിസ്റ്റൺ പിന്ന് വഴി സിലിണ്ടർ വാളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോ അവിടെയുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ടു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ആരാണ് പറയുന്നത്, സിലിണ്ടറിക്കൽ ലൈനേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയ സിലിണ്ടർ ലൈനേഴ്സ് ആണ്. റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ, അതായത് പിസ്റ്റണും സിലിണ്ടർ വാളും തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ, സിലിണ്ടർ വാളും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു. ഇത് നമുക്ക് രണ്ടായി ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ലൈനേഴ്സും, രണ്ട് വെറ്റ് ലൈനേഴ്സ്. ഒന്നുകൂടി പറഞ്ഞു തരാം, ഈ സിലിണ്ടറിക്കൽ ലൈനേഴ്സ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ലൈനേഴ്സും, രണ്ടാമത്തെ നമ്മൾ പറയുന്ന പേരാണ് വെറ്റ് ലൈനേഴ്സും. ആലോചിച്ച് നോക്കുക, വെറ്റ് ലൈനേഴ്സും, ഡ്രൈ ലൈനേഴ്സും വെറ്റ് ലൈനേഴ്സും. ഓക്കെ, റെഡി? അപ്പൊ എന്താണ് നമുക്ക് അതിന്റെ നമ്മുടെ സിലിണ്ടർ ലൈനേഴ്സ് ഉണ്ടാക്കുന്നത്? ഒന്ന് കാസ്റ്റ് അയണിനെ കൊണ്ടാണ്, മെജോറിറ്റി നമ്മൾ കാസ്റ്റ് അയണിനെ കൊണ്ടാണ് ഉണ്ടാക്കുക. അതിന്റെ കൂടെ തന്നെ ക്രോമിയം ഈസ് ആഡഡ് ടു ഇംപ്രൂവ് ദ ഹാർഡ്നെസ്. അതായത് നമ്മുടെ ഈ ഒരു സിലിണ്ടർ ലൈനേഴ്സ് ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയണിനെ കൊണ്ടാണ്, നമ്മുടെ സിലിണ്ടർ ബ്ലോക്കും കാസ്റ്റ് അയണിനെ കൊണ്ടാണ്. അതിന്റെ പുറമെ നമ്മൾ വിയർ ഒഴിവാക്കാൻ വേണ്ടി, നമുക്ക് ഫ്രിക്ഷണൽ റെഡ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്റ്റേണൽ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സിലിണ്ടറിലേക്ക് ഇറക്കി വെക്കുകയാണ്, നേരിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടി, ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി. അത് ഉണ്ടാക്കുന്നതും എന്താണ്, കാസ്റ്റ് അയണിനെ കൊണ്ടാണ്. അതിന്റെ കൂടെ ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? ഓക്കെ, ജസ്റ്റ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ലൈനേഴ്സ് ആണ്. എന്താണ് ഡ്രൈ ലൈനേഴ്സ്? ആ പേരുള്ളത് പോലെ തന്നെ
ഡസ് നോട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് കൂളിംഗ് വാട്ടർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മളുടെ എഞ്ചിന്റെ ചുറ്റിലും എന്തുണ്ട്? ഒരു വാട്ടർ ജാക്കറ്റ് ഉണ്ട് അല്ലെ. എഞ്ചിന്റെ ചുറ്റിലും ഒരു വാട്ടർ ജാക്കറ്റുകളുണ്ട്. എഞ്ചിന്റെ ചുറ്റിലും ഒരു വാട്ടർ ജാക്കറ്റുകളുണ്ട്. ഈ വാട്ടർ ജാക്കറ്റുകൾ ആലോചിച്ച് വെക്കുക. വാട്ടർ ജാക്കറ്റുകൾ ഇതുമായിട്ട്, അതായത് സിലിണ്ടർ ലൈനറുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ, സിലിണ്ടർ വാട്ടർ ജാക്കറ്റുമായിട്ട് സിലിണ്ടർ ലൈനുമായിട്ട് കോണ്ടാക്ട് ഇല്ല, അത്തരത്തിലാണ് ഡ്രൈ ലൈനേഴ്സ് എന്ന് പറയാം. ഡസ് നോട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് കൂളിംഗ് വാട്ടർ. ഇത് മനസ്സിലാവണം. നമ്മുടെ അടുത്തൊരു ഫിഗറിന്റെ കണ്ടാൽ മനസ്സിലാവും. അതായത് ഡസ് നോട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് കൂളിംഗ് വാട്ടർ. കൂളിംഗ് വാട്ടറുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ഇല്ല. കൂളിംഗ് വാട്ടറുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഡ്രൈ ലൈനേഴ്സ് എന്നാ പറയും. രണ്ടാമത്തത് ഫിറ്റഡ് ടൈറ്റ്ലി ഇൻസൈഡ് സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിലേക്ക് ടൈറ്റ്ലി ഇൻസൈഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. ടൈറ്റ്ലി ആയിരിക്കും ഇൻസൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഒന്നിന്റെ പ്രത്യേകത മനസ്സിൽ. ഒന്ന്, കൂളിംഗ് വാട്ടറുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ഇല്ല. രണ്ട്, നേരിട്ട് ഇൻസൈഡ് ടൈറ്റ്ലി ഫിറ്റഡ് ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തിൻ ഇൻ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്തായിരിക്കും? തിൻ ആയിരിക്കും. തിൻ ഇൻ കൺസ്ട്രക്ഷൻ. ആലോചിച്ച് വെക്കാം. നമ്മൾ ഡ്രൈ ലൈനേഴ്സും വെറ്റ് ലൈനേഴ്സും കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കണം? ഇതിന്റെ കട്ടി കുറവായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി? ഓക്കെ. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നോക്കി കഴിഞ്ഞാൽ വെറ്റ് ലൈനേഴ്സിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിലൂടെ ഉണ്ടാവുന്ന നമ്മുടെ സിലിണ്ടർ പിന്നിലൂടെ ഉണ്ടാവുന്ന ഈ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് കമ്പാരിറ്റീവ്ലി എന്താണ്? കുറവാണെന്ന് മനസ്സിലാക്കിയോ. കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. റെഡി? അടുത്തത് സ്ട്രോങ് സപ്പോർട്ട് ഫ്രം ദ സിലിണ്ടർ ബ്ലോക്ക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. വിയർ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ഒഴിവാക്കാനുള്ള ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ ഡ്രൈ ലൈനേഴ്സ് ഒരിക്കലും എന്തില്ല കൂളിംഗ് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ കൂളന്റുമായിട്ട് ടച്ച് ആകുന്നില്ല. തിന്നായിരിക്കും കൺസ്ട്രക്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ വെറ്റ് ലൈനേഴ്സ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് കൂളിംഗ് വാട്ടർ. അതായത് നമ്മുടെ എഞ്ചിന്റെ ഉള്ളിലെ കൂളിംഗ് ജാക്കറ്റ്സിൽ നേരിട്ട് കോണ്ടാക്ട് ഉണ്ടാകും. കൂളിംഗ് ജാക്കറ്റ് എന്തായിരിക്കും? വെറ്റ് ലൈനറുമായിട്ടായിരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി വെക്കുക. ബെറ്റർ കൂളിംഗ് എഫക്റ്റ് ആണ്. കാരണം നമ്മുടെ കൂളിംഗ് വാട്ടർ ഈ വെറ്റ് ലൈനറുമായിട്ട് എഫക്ട് ചെയ്യുന്ന സമയത്ത്, കൂളിംഗ് വാട്ടർ ഈ വെറ്റ് ലൈനേഴ്സുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. തിക്ക് ഇൻ കൺസ്ട്രക്ഷൻ. കാരണം തിക്ക് ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ആണ് നമ്മളുടെ ഈ കൂളിംഗ് മീഡിയം ടച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ ലീക്കേജ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ലീക്കേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് വരും, എഫിഷ്യൻസിയിലൊക്കെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തിക്ക് ഇൻ കൺസ്ട്രക്ഷൻ എന്ന് വരും. അപ്പൊ തിക്ക് ഇൻ കൺസ്ട്രക്ഷൻ ആവുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചാൽ, തിക്ക് ഇൻ കൺസ്ട്രക്ഷൻ ആവുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സീലിംഗ് കൊടുക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം അവിടെ ഉണ്ടാകാൻ പാടില്ല, അവിടെ ഇതിന്റെ കൂളിംഗ് വാട്ടറിന്റെ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് തിക്കായിട്ടായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന്റെ കമ്പാരിറ്റീവ്ലി തിക്കായിരിക്കും. ഒരു സീലിംഗ് ആക്ഷനും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. ഈസി ടു റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മീഡിയമാണ്. ടൈറ്റ് ആയിട്ട് അവിടെ ടൈറ്റ് ചെയ്യല്ല. നമ്മൾക്കറിയാം ലൂബ്രിക്കന്റ്, കൂളിംഗ് വാട്ടർ ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് മാറുന്നതിനെ കൊണ്ട് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനൊക്കെ പറ്റും. ഓക്കെ. റബ്ബർ സീലിംഗ് റിങ്സ് ആർ പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ദ ലീക്കേജ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു റബ്ബർ സീലിംഗ് റിങ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡ്രൈ ലൈനേഴ്സും വെറ്റ് ലൈനേഴ്സും. ഒന്ന് ഡ്രൈ ലൈനേഴ്സ് ആണ് തിന്നാണ്, വെറ്റ് ലൈനേഴ്സ് ആണ് തിക്കാണെന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ഫിഗറിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ ലൈനേഴ്സ് നോക്കൂ. ഇവിടെ സിലിണ്ടർ ബോർ ആണിത്. രണ്ടിനെ കാണിച്ച പോലെ സിലിണ്ടർ ബോർ ആണ്. ആലോചിച്ച് വെക്കുക. ബോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് ഡയമീറ്റർ ആയിരുന്നു നമ്മൾ പറയാം. സിലിണ്ടറിക്കൽ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക, ഒരു ഇൻസൈഡ് ഡയമീറ്റർ. ഇവിടെ ഞാനൊരു സിലിണ്ടർ വരയ്ക്കാണ്. സിലിണ്ടറിന് എന്തുണ്ട്? ഒരു വാൾ ഉണ്ടാവും. ജസ്റ്റ് ബേസിക്കലി ഒരു വാൾ ഉണ്ടാവും അല്ലെ. ഈ വാളിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബോർ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ തന്നെ പഠിക്കട്ടോ. ഇൻസൈഡ് ഡയമീറ്റർ ആണ്. ഔട്ട്സൈഡ് ഡയമീറ്ററും കാണാൻ പറ്റും. അത് വാളിന്റെ പുറമേ ഭാഗത്തൂടെയുള്ള ഒരു ഡയമീറ്റർ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഡയമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സിലിണ്ടർ ബോർ ഇവിടെ ഉണ്ട്. സിലിണ്ടർ ബോർ വാട്ടർ ജാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ജാക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും വാട്ടർ ജാക്കറ്റ് ഉണ്ട്. ഓക്കെ. ഇവിടെ നോക്കൂ, ഇതാണ് സിലിണ്ടർ ബോറിന്റെ തൊട്ടടുത്തുണ്ടാവുന്ന നമ്മുടെ ലൈനേഴ്സ്. ഈ ലൈനേഴ്സിന്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. ഇവിടെയുള്ള വാട്ടർ ജാക്കറ്റുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല.
അതുകൊണ്ട് ഇതിനെ ഡ്രൈ ലൈനേഴ്സ് എന്നാണ് കണക്ട് ആവുക. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ജാക്കറ്റും ലൈനറും ഇൻ ബിറ്റ്വീൻ ആണ്. അവിടെ വാട്ടർ ജാക്കറ്റ് ഇവിടെയുള്ള ഈ ഗ്യാപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല, ഈ ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റില്ല. വാട്ടർ ജാക്കറ്റും ലൈനറും ഹൈ തിക്കായിട്ടുള്ള ഒരു സെഗ്മെന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തിക്കായിട്ടുള്ള സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടർ വാൾ എന്തിനു വേണ്ടി വെറ്റ് ലൈനേഴ്സിലാണ് യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനർ ഈ വാട്ടർ ജാക്കറ്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ ലൈനറും വാട്ടർ ജാക്കറ്റുമായിട്ട് കോണ്ടാക്ട് ഇല്ല. സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ഡയമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾവിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഡയമീറ്റർ, ആ ഒരു മെറ്റലിന് ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും നമ്മൾ പഠിച്ചു നേരത്തെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വ്യക്തമായിരിക്കണം, നിങ്ങൾക്ക് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ ഏകദേശം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. നോക്കൂ, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക. ഈ ക്ലാസ്സിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടെത്തുക. ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ഈ ഒരു ലൈനേഴ്സോടെ നമ്മൾ അവസാനിക്കുകയാണ്. കോമ്പൗണ്ട്സിന്റെ അടുത്ത ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, തൊട്ടടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.